ഹലോ എന്താടാ നമ്മള് പൂരം കാണാൻ പോവാണ്. വേട്ടൻ വാതിലടയ്ക്കണു. സമയം 6:20 ഈ നേരത്താണ് പൂരം കാണാൻ പോകുന്നത്. പൂരമൊക്കെ തീർന്നത് എന്താണെന്ന് അറിയില്ല. നമ്മള് സുന്ദരനാവുണ്ട്. അപ്പൊ നമ്മള് പൂരത്തിന് പോയിട്ട് വരാട്ടോ. അതിലടിച്ചോ. അപ്പൊ നമ്മള് പൂരപ്പറമ്പിൽ എത്തി ഗൈസ്. എനിക്കറിയാൻ പാടില്ല. അപ്പം നമ്മൾ അമ്പലത്തിൻ്റെ അടുത്ത് കുറച്ച് മാറിയിട്ട് വണ്ടി വെച്ച് നമ്മളത് കയറി ചെല്ലുമ്പോൾ ആൾക്കാർ പറയുന്നുണ്ട് നമ്മുടെ അടുത്ത് ആന ഓടിയിട്ടുണ്ട് നോക്കി പോകണമെന്ന്. അപ്പം നമ്മൾ അവിടെ നിന്ന് കയറി നോക്കിയപ്പോൾ ഉണ്ട് ആന അമ്പലത്തിൻ്റെ ഫ്രണ്ടിലത്തെ റോട്ടിൽ അടഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. ആന കുറച്ചോടും പിന്നെ നിൽക്കും, പിന്നെയും കുറച്ചോടും പിന്നെ നിൽക്കും. ആകെ ഭയങ്കര പരിഭ്രാന്തി ഒക്കെ പരത്തിയിട്ടാണ് നിൽപ്പ്. പക്ഷെ വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ആനേനെ തൊട്ടപ്പുറത്തൊരു പറമ്പിലേക്ക് ഇറക്കി നിർത്തി സെറ്റാക്കിയതിന് ശേഷമാണ് പിന്നെ നമ്മൾ അമ്പലത്തേക്ക് പോയത്. 2 ആന ഓടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരാൾ പിന്നെ പേടിച്ചിട്ട് ഓടിയതാന്ന് പറഞ്ഞ നന്ദിരത്ത് ഗോപാലകൃഷ്ണൻ. അങ്ങനെ നമ്മൾ പൂരപ്പറമ്പിലേക്ക് എത്തി. അപ്പോൾ നമ്മൾ പൂരപ്പറമ്പിൽ വെച്ചിട്ട് അനിയത്തീനെ കണ്ടു കിട്ടിയിട്ടുണ്ട്. അനിയത്തിയും ഹസ്ബൻഡും ആണത് കേട്ടോ. അനിയത്തിന്ന് വെച്ചാൽ അമ്മയുടെ അനിയത്തിയുടെ മകളാണ് കേട്ടോ. അപ്പോൾ അവർ ഫാമിലി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ എത്തിയപ്പോൾ വിളിച്ചവരെ പ്രാദേശിക പൂരാഘോഷ കമ്മിറ്റികൾക്ക് ക്ഷേത്ര വനപ്പുറയിലേക്ക് കടന്നു വരുവാൻ ഭക്തജനങ്ങൾ സൗകര്യമൊരുക്കണം. ക്ഷേത്ര നടപ്പുരയ്ക്ക് മുന്നിലുള്ളവർ ദൈവജീവം മാറിക്കൊടുക്കണം. ഭക്തന്മാർ പ്രത്യേകത്തിലേക്ക് ആനകളെ നിർത്തിയിട്ടുള്ള കാര്യക്കാരിലും അടുത്തു നിന്ന് മാറി കൊടുക്കേണ്ടതാണ്. 5 പ്രാദേശിക തെയ്യാഘോഷ കമ്മിറ്റിയുടെ തെയ്യങ്ങൾ ഏതാനും നിമിഷത്തിനകം ക്ഷേത്ര മൈതാനിയിൽ െല്ലാം ജീവിതത്തിൽ പകർന്നാണ് സ്വാവലംബയുടെ തിരുമുമ്പിൽ കൊണ്ടുവരുന്ന ഈ വർഷത്തെ പൂരമഹോത്സവം. 11 പ്രാദേശിക പൂരാഘോഷ കമ്മിറ്റിയുടെ പൂരങ്ങളാണ് ക്ഷേത്ര മൈതാനിയിൽ. ചരിത്ര പ്രസിദ്ധമായ ചിറ്റഞ്ചൂർ കാവിലക്കാട് ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിന്റെ പകൽ പൂരത്തിന് കൂട്ടിയെഴുന്നള്ളിപ്പിനായി ദേവിയുടെ തിടമമായി തിരുവമ്പാടി കണ്ണൻ, കേരളത്തിലെ ഗജരാജന്മാർ അണിനിരക്കുന്ന തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ, നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ, തിരുവാണിക്കാവ് രാജഗോപാലൻ, ഗുരുവായൂർ ദാമോദറാസ് എന്നിവർ തിരുവമ്പാടി കണ്ണന്റെ വലതുവശത്തും തിരുവമ്പാടി കണ്ണന്റെ ഇടതുവശത്തായി തിരുവമ്പാടി ചന്ദ്രശേഖരൻ, ഗുരുവായൂർ ഇന്ദ്രസൻ, മീനാട് വിനായകൻ, പരിമണം വിഷ്ണു എന്നീ ഗജരാജന്മാർ അണിനിരക്കുന്നു.
ഏട്ടനും അനിയത്തിയുടെ ഹസ്ബൻഡും മക്കളും എല്ലാവരും മതിലിൻ്റെ മുകളിലൊക്കെ കയറിയിരുന്നായിരുന്നു കേട്ടോ. അപ്പോൾ അവസാനം നമുക്ക് ഗ്യാപ്പ് കിട്ടിയപ്പോൾ എന്നെ ഏട്ടൻ പിടിച്ച് കയറ്റി ഇരുത്തി തന്നു. അപ്പോൾ ഞാനും മതിലിൻ്റെ മുകളിൽ കയറിയിരുന്ന് അപ്പോൾ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് ആനകളെയൊക്കെ. പക്ഷേ അനിയത്തിക്ക് കയറാനായിട്ട് പറ്റുണ്ടായിരുന്നില്ല. അപ്പോൾ അവൾ താഴെ നിൽക്കട്ടെ. അപ്പോൾ അവൾ ഒറ്റയ്ക്ക് താഴെ നിൽക്കണപ്പോൾ പാവം നിതീഷും താഴത്തേക്ക് ഇറങ്ങി നിന്നു കേട്ടോ. അപ്പോൾ കുറേ കയറാനായിട്ട് നോക്കിയവള്, പക്ഷെ അവൾക്ക് പേടി കയറാനും വീഴുമെന്ന്. നല്ല പൊക്കത്തിലാണ് മതിൽ. അപ്പോൾ മതിലിൻ്റെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായി. ഒന്ന് കയറി നിന്നാലും നമുക്ക് പിന്നെ പുറത്തേക്ക് കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ കാണാൻ പറ്റും മുമ്പിൽ തന്നെ കയറി നിൽക്കുക. അപ്പോൾ നമ്മുടെ കൂട്ടുകാരിപ്പോൾ കഴിഞ്ഞ കാലം എല്ലാ ആനകളെയും ക്ഷേത്രത്തിന് നിർമ്മിച്ചിട്ടുള്ള റോഡിൽ കൂടി അകത്തോട് തിരഞ്ഞ് ക്ഷേത്രത്തിന്റെ കുത്തുപാലം വഴി ക്ഷേത്രത്തിന് ചുറ്റുള്ള റോഡിൽ കൂടിയാണ് കൊണ്ടുപോകുന്നത്. പ്രാദേശിക ദുരാഘോഷ എല്ലാ ആനകളെയും ക്ഷേത്രത്തിന് നിർമ്മിച്ചിട്ടുള്ള റോഡിൽ കൂടി വലത്തോട്ട് തിരഞ്ഞ് ക്ഷേത്രത്തിന്റെ കുത്തുപാലം വഴി ക്ഷേത്രത്തിന് ചുറ്റുള്ള റോഡിൽ കൂടിയാണ് ആനകളെ കൊണ്ടുപോകുന്നത്. എല്ലാ ആളുകളെയും ക്ഷേത്രത്തിന് മുൻപിട്ടുള്ള റോഡിൽ കൂടി വലത്തോട്ട് തിരിഞ്ഞ് ക്ഷേത്രത്തിന്റെ ചുറ്റുപാടുമായി പുറകുവശത്തുള്ള റോഡിൽ കൂടിയാണ് കൊണ്ടുപോകുന്നത്.
അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.